ദ റിയൽ സാന്റ ഒരു ആനിമേഷൻ ഷോർട്ട് ഫിലിമാണ്. അതിലൊരു സ്കൂള്, അത് ഹോസ്റ്റൽ സൗകര്യമുള്ളൊരു സ്കൂളാണ്. അതിൻ്റെ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്കൂൾ ഫോർ എക്സ്ട്രാ ഓർഡിനറി ചിൽഡ്രൻ എന്ന് എഴുതിയേക്കുന്നത്. വ്യത്യസ്തമായ കഴിവുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അവർ ക്ലാസ് റൂമിൻ്റെ സീനാണ്. അതിൻ്റെ അകത്ത് ഒരു കുട്ടി തുറന്ന് കഴിഞ്ഞാൽ വായിന്ന് വരുന്ന ഫയറാണ്. പിന്നെ ഒരു കുട്ടി കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റ് ബീംസ് ഇങ്ങനെ വരും. പിന്നെ ഒരു കുട്ടിക്ക് വായുവിൽ സാധനങ്ങൾ ഇങ്ങനെ എടുക്കാനുള്ളൊരു കഴിവുണ്ട്. പിന്നെ ഒരു കുട്ടി ഇൻവിസിബിളാണ്, ഡ്രസ്സ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ലാസ്റ്റ് റോല് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഒരു കുട്ടി ഇപ്പം ഉണ്ട്. അവനാണെങ്കിൽ ഒരു മങ്കി ക്യാപ്പൊക്കെ വെച്ചിട്ട് റെഡ് ക്ലോത്തൊക്കെയാണ് അവനെ ഇട്ടിരിക്കുന്നത്, ഉടുപ്പാണ് ഇട്ടിരിക്കുന്നത്. ഒരു മങ്കി ക്യാപ്പ് വെച്ച് അവൻ്റെ മുഖം ഒരു ഇത്ര വട്ടം മാത്രമേ കാണാൻ പറ്റുള്ളൂ, അങ്ങനെ ഇരിക്കുന്ന ഒരു പയ്യനാണ്. അപ്പോൾ ആരും ഒരു പന്തെറിയും പെട്ടെന്ന് അവനിങ്ങനെ ഞെട്ടുമ്പോഴേക്കും അവൻ്റെ ഈ മങ്കി ക്യാപ്പ് താഴോട്ടിറങ്ങിപ്പോവും. അപ്പോഴാണ് നരച്ച താടിയും നീണ്ട താടിയും മീശയൊക്കെ കാണുന്നത്. ഒരു മുടി ഇങ്ങനെ നരച്ചിരിക്കുക. ഇത് കണ്ട് കുട്ടികളെല്ലാം അവനെ കളിയാക്കുന്നുണ്ട്, ബുള്ളി ചെയ്യുന്നുണ്ട്, അവനെ ഇരട്ടപ്പേര് വിളിക്കുന്നുണ്ട്. അവന് ഭയങ്കര സങ്കടമായി. രാത്രി അവൻ്റെ മുറി കിടക്കുമ്പോഴും ഡോറിൻ്റെ അവിടെ വന്ന് അവനിങ്ങനെ പറഞ്ഞ് കളിയാക്കുക ഇങ്ങനെ. കാരണം നരച്ച താടിയും മുടിയാണ് അവൻ, ലിറ്റിൽ സാന്റയാണ് അവൻ. ആ താടി മുടിയൊക്കെ കണ്ടിട്ട് അവർ കളിയാക്കുന്നു. അവന് സങ്കടം വന്നിട്ട് അവൻ അന്ന് രാത്രി തന്നെ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ടെഡി ബിയർ അവൻ്റെ ബാഗിലാക്കിയിട്ട് അവൻ ഹോസ്റ്റലിൽ വിട്ട് പോവാണ്. അവൻ നടന്ന് നിറയെ മഞ്ഞുള്ള സ്ഥലമാണ്. നടന്ന് ഒരു ഗുഹയുടെ മുന്നിലെത്തിയപ്പോൾ ഒരാളനക്കം കേട്ട് നോക്കിയപ്പോൾ എന്താ, അതിൻ്റെ അകത്ത് റുഡോൾഫ് റെയിൻഡിയർ നിൽക്കുകയാണ്. റെയിൻഡിയർ മൂക്കിലിങ്ങനെ റെഡ് ബോൾ വെച്ച് വരെ ലൈറ്റൊക്കെ തെളിച്ചിരിക്കുന്ന റുഡോൾഫിൻ്റെ കഥ നിങ്ങൾക്കറിയാം. റുഡോൾഫ് ആ കൂട്ടത്തിൽ നിന്ന് മാൻ്റെ കൂട്ടത്തിൽ അവനെ മാറ്റി നിർത്തിയാണ്. കാരണം അവന് മാത്രം മൂക്കിലൊരു തിളക്കം, അതും പറഞ്ഞ് അവനെ കളിയാക്കും, ഒറ്റപ്പെടുത്തും. അങ്ങനെ അവനൊരു ഒറ്റപ്പെട്ട ഗുഹയിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ഈ ലിറ്റിൽ സാന്റനെ കാണുമ്പോഴേക്കും ഇവൻ റുഡോൾഫ് ഇങ്ങനെ പേടിച്ച് പിന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ കയ്യിലുണ്ടായിരുന്ന ബിസ്ക്കറ്റ് കൊടുത്ത് അതവൻ വന്ന് കഴിക്കുന്നു, അവനെ ഹഗ് ചെയ്യുന്നു. അങ്ങനെ അവർ രണ്ടൊരു സുഹൃത്തുക്കളായിട്ട് പിന്നെ അവർ ഗിഫ്റ്റുകൾ കൊടുക്കാൻ പോവാം. ആദ്യത്തെ വീട്ടിൽ ചെല്ലും, കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ തുറക്കുന്നില്ല. അപ്പോൾ ചിമ്മിനിയിലൂടെ ഈ ലിറ്റിൽ സാന്റ ഇറങ്ങി താഴെ നിൽക്കുമ്പോൾ ആ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടി അവളിങ്ങനെ ഉറക്കത്തിൽ നിന്ന് കണ്ണൊക്കെ തിരുമ്പി ഇങ്ങനെ വരുമ്പോഴേക്കും കാണുന്നത് ഈ റെഡ് ക്ലോത്തൊക്കെ ഇട്ട് നിൽക്കുന്ന നരച്ച താടിയൊക്കെ ഉള്ള ഈ പയ്യനെയാണ്. അവളിങ്ങനെ പേടിച്ചിങ്ങനെ നിൽക്കുമ്പോഴേക്കും ഇവൻ ബാഗ് തുറന്ന് ടെഡി ബിയർ എടുത്ത് അവൾക്ക് കൊടുക്കും. അവളത് വാങ്ങിക്കും. എന്നിട്ട് അവനെ ടൈറ്റായിട്ടൊന്ന് ഹഗ് ചെയ്യും. ആദ്യമായിട്ടാണ് സാന്റനെ അങ്ങനെ ഒരാളെ ഹഗ് ചെയ്യുന്നത്. ഭയങ്കര സന്തോഷവും. പിന്നെ അവനതൊരു ഇതാക്കിയാണ്, ഹാബിറ്റാക്കിയാണ്. എല്ലായിടത്തും സമ്മാനങ്ങൾ കൊണ്ട് ഈ റെയിൻഡിയറും ഇവനും കൂടി ഇങ്ങനെ പോകും. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം കാണിക്കുന്നത് ഒരു മുറിയിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക. അവൾക്ക് വലിയ ചെവികൾ, ഇങ്ങനെ ഷാർപ്പിന് കൂർത്ത രണ്ട് ചെവികളാണ് അവൾക്കുള്ളത്. അതിൻ്റെ പേരിൽ അവളും കുറേ ഇങ്ങനെ കളിയാക്കപ്പെട്ടിട്ടുണ്ട്, ഡിഫറെൻ്റ് അതിൻ്റെ പേരിൽ. അപ്പോൾ ഒരു മുട്ട് കേൾക്കുന്നു, വാതിൽ മുട്ട് കേൾക്കുന്നു. അവൾ ചെന്ന് തുറന്നു നോക്കുമ്പോൾ ഒരു ഗിഫ്റ്റ് ബോക്സ് ഇരിക്കുകയാണ്. ഗിഫ്റ്റ് ബോക്സിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ടു ബി ഡിഫറെൻറ്റ്. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ടു ബി ഡിഫറെൻറ്റ്. വ്യത്യാസപ്പെട്ടിരിക്കുന്നത് തന്നെ ഒരു സമ്മാനമാണ്. ടു ബി ഡിഫറെൻറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം, ഇറ്റ്സ് എ ഗിഫ്റ്റ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്രിസ്മസ് അങ്ങനെയും കൂടി ഒരു ഓർമ്മപ്പെടുത്തലാണ്. കാരണം ഈ പാലസ്തീനയിൽ എന്തോരം പെൺകുട്ടികളുണ്ടായിരുന്നു. വൈ മേരി? ബിക്കോസ് ഷീ വാസ് ഡിഫറെൻറ്റ്. മറ്റു പെൺകുട്ടികളെ പോലെ ആയിരുന്നില്ല അവൾ. ഷീ വാസ് ഡിഫറെൻറ്റ്. ഈശോനെ കാണാനുള്ള ഭാഗ്യം കിട്ടിയവരാണ് ആട്ടിടയന്മാരെന്ന് പറയുന്നത്. എത്ര പേരുണ്ടായിരുന്നു നമുക്കറിയത്തില്ല. പക്ഷേ എത്രയോ ആട്ടിടയന്മാർ ആ നാട്ടിലുണ്ടായിരുന്നു. പക്ഷെ അവർക്കല്ലേ കിട്ടിയത്? ബിക്കോസ് ദേ ആർ ഡിഫറെൻറ്റ്. ഈശോനെ കാണാൻ വേണ്ടി വന്ന ജ്ഞാനികൾ, സ്വന്തം നാട്ടിൽ എത്രയോ ജ്ഞാനികളും പണ്ഡിതന്മാരും ഉണ്ടായിരുന്നു. പക്ഷേ വിദൂരത്തുനിന്ന് 3 പേർക്ക് വരാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ദേ ആർ ഡിഫറെൻറ്റ്. ദ ക്രിസ്മസ് ഈസ് ഓൾ അബൌട്ട് ഗിഫ്റ്റ് ടു ബി എ ഡിഫറെൻറ്റ്, എ ഗിഫ്റ്റ് ടു ബി ഡിഫറെൻറ്റ് എന്നുള്ളതാണ്. നമ്മളിങ്ങനെ വ്യത്യസ്തരായിരിക്കാം. പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ പോലെ അല്ലാത്തതെന്ന് ചിന്തിക്കരുത്. എന്തിനും മറ്റുള്ളവരെ പോലെ ആകണം. ഈ വ്യതിരക്തത, ഈ ഡിഫറൻസ് തന്നെയല്ലേ നമ്മുടെ സ്പെഷ്യാലിറ്റി? അതല്ലേ ക്രിസ്മസിൻ്റെ സ്പെഷ്യാലിറ്റി.